ആളാവാൻ വരരുത് എൻ്റെ അടുത്ത്, ആളാവാൻ വരരുത്. ഒരു ട്രൈബൽ ക്യാബിനറ്റ് മന്ത്രി ഒരിക്കലും ട്രൈബൽ അല്ലാത്തയാളാവുകയില്ല. എന്റെ ആഗ്രഹമാണ്, എന്റെ സ്വപ്നമാണ് ഒരു ഉന്നത കുലജാതൻ അവരുടെ ഉന്നമനത്തിന് വേണ്ടി ട്രൈബൽ മന്ത്രിയാവണം. Gopi attacks media for doing their job. In fact, media asked Gopi Chandran's statement, and Suresh Gopi, up journalist, you're looking at that particular sequence that is playing out on the screens at the moment. ദൃശ്യങ്ങളടക്കം പുറത്തു വന്നിട്ടുണ്ട്. പക്ഷെ അത് മായക്കാഴ്ചയാണോ? കേട്ടോ, പോലീസ് എന്തിനാ നിൽക്കുന്ന? ക്ലിയർ. സുരേഷ് ഗോപിന്റെ കോപ്രായങ്ങൾ ഡേ ബൈ ഡേ കൂടിക്കൊണ്ടിരിക്കുക അല്ലേ. സ്വയം ഒരു വരേണ്യ വർഗമാണെന്നും എലൈറ്റ് ക്ലാസ് ആണെന്നും മറ്റുള്ളവരൊക്കെ തന്നിൽ താഴെത്തട്ടിലുള്ളവരാണെന്നുള്ള ചിന്തയെന്നാണ് ഇയാൾ ഈ നമ്മളെയൊക്കെ പ്രജാന്നും ഈ ഹയർ കാസ്റ്റും ലോവർ കാസ്റ്റും പൂണൂലും തുടങ്ങിയുള്ള വാക്കുകളൊക്കെ പറയണത്. നമ്മൾ ഈ പറയുന്ന വാക്കുകളൊക്കെ നമ്മൾ വെറുതെ വായിന്ന് വരുന്നതല്ല, ഇത് സ്പോണ്ടേനിയസ് ആയിട്ട് വരുന്നത് കേൾക്കുമ്പോഴേക്കും വെറുതെ അറിയാണ്ട് വീണു പോയതാണ്. പക്ഷെ അങ്ങനെയല്ല, നമ്മൾ ഇയാളൊക്കെ വിശ്വസിക്കുന്ന, അടിയുറച്ച് വിശ്വസിക്കുന്ന ചിന്തകളിൽ നിന്നും ഇയാളുടെ തലയിൽ ചെയ്യുന്ന പ്രോസസ്സ് ചെയ്യുന്ന ഇത്തരം നശിച്ച വൃത്തികെട്ട ചിന്തകളുടെയൊക്കെ ആകെ തുകയാണ് ഇയാളെ വായിൽ നിന്ന് വരുന്ന ഇത്തരത്തിലുള്ള വാക്കുകൾ. സത്യത്തിൽ ഇയാളുടെ അസുഖം ക്യൂറബിളാണ്, പക്ഷെ ചികിത്സ വേണ്ടത് ഇയാൾക്കല്ല കേട്ടോ. ഇയാളെ കാണുമ്പോൾ, ഈ സായിപ്പിനെ കാണുമ്പോൾ കവാത്ത് മറക്കാതിരുത്തി ഇയാളെ ഫിസിക്കും ഇയാളെ ശബ്ദഗാംഭീര്യവും ഇയാളെ കളറും ഒക്കെ കാണുമ്പോൾ ചുറ്റും നിന്ന് ഇയാളെ കാലിൽ വീഴാൻ വേണ്ടിയിട്ട് വെമ്പൽ കൊള്ളുന്ന ഇൻഫീരിയോറിറ്റി കോംപ്ലക്സിന്റെ അങ്ങേയറ്റമുള്ള കൂറ മനുഷ്യന്മാരുണ്ടല്ലോ, ചുറ്റും നിന്ന് നക്കട കൂറ മനുഷ്യന്മാരുണ്ടല്ലോ, അവർക്കാണ് ചികിത്സ വേണ്ടത്. ഇയാൾ ഒരു ജനപ്രതിനിധി മാത്രമാണെന്നും നമ്മളിൽപ്പെട്ട ഒരുത്തനാണെന്നും നമ്മളെ സിവിലിയൻ റൈറ്റിന് വേണ്ടി നമുക്ക് വേണ്ടി സംസാരിക്കാൻ വേണ്ടിയിട്ട് പാർലമെന്റിലോ അസംബ്ലിയിലോ നമ്മൾ വോട്ട് കൊടുത്ത് കയറ്റി വിടുന്ന ഒരുത്തനാണെന്നും നമ്മൾ കൊടുക്കുന്ന ടാക്സിന്ന് സാലറി വാങ്ങി തിന്നുന്നവനാണെന്നുമുള്ള ചിന്ത, തിരിച്ചറിവ് ഈ ചുറ്റും നിൽക്കുന്ന വാഴത്തട നട്ടലാക്കിയിട്ടുള്ള മനുഷ്യന്മാർക്ക് എന്നുണ്ടാവുന്നോ, ആ തിരിച്ചറിവ് എന്നുണ്ടാവുന്നോ, അന്നാണ് ഇയാളുടെ ഗർവ്വ അഹങ്കാരം തീരത്തുള്ളൂ. കഷ്ടം.